ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തത്. അതിലേക്ക് ഇളം ചൂട് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1.5-2 മണിക്കൂർ വെച്ചാലും മതി. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു 2-3 വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതൊന്ന് നമുക്ക് മസാല ആക്കി എടുക്കുക. അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. ഇതിപ്പം ഈ ചീസാണ് ഞാൻ ഉള്ളതുകൊണ്ട് ചേർത്തതാണ്. പിന്നെ ഇതുപോലെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സോസോ കെച്ചപ്പ് എന്തെങ്കിലും ഒഴിച്ചെടുത്ത് മസാല ഇതുപോലെ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഓവനിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ വെച്ച് ആക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്വീറ്റ് കോണും അതുപോലെ ഒലിവ്സും കുറച്ച് ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല. അത് ചീസും അതൊന്നും ഇല്ലാണ്ടും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതാണ്. അത് നമുക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസിൽ ഫ്രൈ പാനിൽ വെച്ചിട്ടോ ആക്കിയെടുക്കാം. ഇതിപ്പം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചത്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കുക. നമുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.